നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനയാത്രയ്ക്കിടെ പല സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വിമാനത്തിനുള്ളിൽ മോശമായിട്ട് പെരുമാറുന്ന സംഭവം, വിമാനം അപകടത്തിൽപ്പെടുന്ന സംഭവം, അപകടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുന്ന ആൾക്കാർക്ക് മറ്റ് യാത്രക്കാർ തുണയാകുന്ന സംഭവം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിമാനയാത്രയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു സംഭവത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ബാങ്കോക്കിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ചില ഇന്ത്യൻ യാത്രക്കാർ വിമാനത്തിനകത്ത് മാലിന്യങ്ങൾ നിക്ഷേപിച്ചു. മാത്രമല്ല മോശമായി പെരുമാറി എന്നതടക്കമുള്ള വിവരങ്ങൾ, ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്, വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. പ്രമുഖ ട്രാവൽ ബ്ലോഗറായ സന്ധ്യ മജ്ജി എന്ന് പറയുന്ന വ്യക്തി, അതായത് പിങ്ക് പെബിൾ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ആളിൻ്റെ അക്കൗണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് അതായത് ഇത്തരത്തിൽ ഇന്ത്യക്കാർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു തുറന്ന സംവാദത്തിനാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ച് ഈ വ്യക്തി നൽകിയിരിക്കുന്നത്. യാത്രയ്ക്ക് ശേഷം വിമാനത്തിനകത്ത് ശോചനീയ അവസ്ഥ കണ്ടെത്താൻ അങ്ങേയറ്റം അസ്വസ്ഥയായി എന്നാണ് സന്ധ്യ ഈ ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്. സീറ്റുകളിലും തറയിലുമായി കീറിപ്പറഞ്ഞ ബോർഡിംഗ് പാസുകൾ, മറ്റു മാലിന്യങ്ങൾ വിമാനത്തിനകത്ത് ചിതറിക്കിടക്കുന്നു എന്നാണ് അവർ ആ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വിമാനത്തിൻ്റെ അവസ്ഥയെ ഒരു സർക്കാർ ബസ്സുമായാണ് സന്ധ്യ താരതമ്യം ചെയ്തിരിക്കുന്നത്. കുട്ടികൾ വരുത്തി വയ്ക്കുന്ന അഴുക്ക് വൃത്തിയാക്കാനും അവരെ നിയന്ത്രിക്കാനും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമാണ് സന്ധ്യ ഈ വീഡിയോയിലൂടെ ചോദിക്കുന്നത്. പക്ഷേ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ടെന്നും അവർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വീഡിയോയിലൂടെ. തങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിവേചനം നേരിടുന്നുവെന്ന് ചില യാത്രക്കാർ പരാതി പറയാറുണ്ട്. പക്ഷേ ഇത്തരം പെരുമാറ്റങ്ങൾ ആ മോശ അവസ്ഥയെ കൂടുതൽ ഉറപ്പിക്കുകയുള്ളൂവെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും വിമാനത്തിനുള്ളിൽ ഇത്തരത്തിൽ വസ്തുക്കൾ കിടക്കുന്നു, അതിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിർണായകമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതോടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ വലിയ ഒരു വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. തങ്ങൾ വൃത്തികേടാക്കുന്നത് നീക്കം ചെയ്യാൻ വേറെ ആളുണ്ടെന്ന ചിന്താഗതിയാണ് പലർക്കും എന്ന് ഒരാൾ പറയുമ്പോൾ, കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി അവർ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് മാതാപിതാക്കൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നു. സന്ധ്യയുടെ നിലപാടിനെയും വിമർശിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെയോ ഏതാനും യാത്രക്കാരുടെയോ പെരുമാറ്റം വെച്ച് 140 കോടി ജനങ്ങളെ വിലയിരുത്തുന്നത് ശരിയാണോ? അത് സന്ധ്യയും അത്തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 140 കോടി ഇന്ത്യക്കാർ അത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ശരിയാണോ എന്ന് സന്ധ്യയോട് തിരിച്ചും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വിമാനത്തിൽ മോശമായിട്ട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ചവറ് കൂട്ടിയിടുന്നു, അവർ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്ന തരത്തിലൊരു ആരോപണം ഈ ഒരു വ്യക്തി ഇൻസ്റ്റഗ്രാമിലൂടെ ആരോപിക്കുന്നത്.